അർബുദം എന്ന രോഗത്തിന്റെ അതിജീവനത്തിന്റെ മാതൃകയായി രാജ്യം. നാവിന് അർബുദം പിടിപെട്ടപ്പോൾ തന്റെ നാവ് തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു രാജ്യത്തിന്. എന്നാൽ രോഗത്തോട് പടവെട്ടി വിജയിച്ചു നിൽക്കുന്ന രാജ്യത്തിന് ലോക ക്യാൻസർ ദിനത്തിൽ അവസരം ലഭിച്ചത് സംഗീത ലോകത്ത് പ്രശസ്തനായ സ്റ്റീഫൻ ദേവസിക്കൊപ്പം വേദി പങ്കിടുവാനാണ്. മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ലോക ക്യാൻസർ ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് രാജ്യത്തിന് ഈ സുവർണ അവസരം കൈവന്നത്. പലരുടെയും ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ എത്തുന്ന അതിഥിയായിരിക്കും അർബുദം എന്ന രോഗം. 2008 എറണാകുളം സ്വദേശിനി രാജം ക്യാൻസർ എന്ന രോഗത്തിന്റെ പിടിയിലാകുന്നത്. രോഗം മൂർച്ഛിച്ചതോടെ വായിലെ നാവു വരെ മുറിച്ചു കളയേണ്ടി വന്നു. എന്നാൽ 19 വർഷങ്ങൾക്കിപ്പുറം മലയാളം ടെലിവിഷനിലൂടെ ശ്രദ്ധേയനായ സ്റ്റീഫൻ ദേവസിക്കൊപ്പം സംഗീതം ആലപിച്ചപ്പോൾ രോഗത്തെ ആർക്കും മറികടക്കാം എന്നതിന്റെ ഉദാഹരണമായി മാറി രാജ്യത്തിന്റെ ജീവിതം. സ്നേഹത്തോടെ മിസ്സസ് രാജത്തിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. സ്റ്റീഫൻ്റെ ഒപ്പം മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി. കോപ്പിംഗ് വിത്ത് ക്യാൻസർ. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാൻ എഴുതിയ ആർട്ടിക്കിളുണ്ട്, കോപ്പിംഗ് വിത്ത് ക്യാൻസർ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹൗ ഷീ മാനേജ് ആൻഡ് ഹൗ ഷീ പെർഫോം. സോ ക്യാൻസർ ഈസ് ക്യൂറബിൾ. Cancer is 100% curable if detected early, and good lifestyle. And Mrs. Rajam and Stephen on the stage.
മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ഇരുവരും എത്തിയത്. കൃത്യമായ കണ്ടെത്തലും ബോധവൽക്കരണവും ചികിത്സയും ഉണ്ടെങ്കിൽ ഏതൊരു രോഗത്തെയും മറികടക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അതിനാൽ ഭയമല്ല വേണ്ടത്, മറിച്ച് മനോധൈര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് രാജം എന്ന പോരാളിയുടെ ഉദാഹരണം മുൻനിർത്തി മെട്രോ 7 ന്യൂസ് ഈ വേൾഡ് ക്യാൻസർ ഡേയിൽ. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.